உயிருக்கு வந்து பாதியில விட்டுட்டு போற பழக்கெல்லாம் எனக்கு கிடையாது. என்ன பொறுத்த வரைக்கும் இறங்கிட்டேன்னா ஜெயிக்கணும், ஜெயிச்சே ஆகணும். யாரு எங்க வந்தாலும் பயமுறுத்தி பார்த்தாலும் அசராம சிரிச்சா ஒதுங்கி போவாண்டா. அத்தனையும் போனாலும் எம்பியா தான் நின்னாலும் பதறாம இருந்தா பீஸ்ட் நீ தாண்டா. നമസ്കാരം. ഇതൊരു AI ചിത്രമല്ല. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് വെറും 4 ദിവസങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ കൽപ്പാത്തി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ റിസപ്ഷന് വിജയും തൃഷയും ഒരുമിച്ച് കാണപ്പെടുന്നു. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ വിട്ടു കഴിഞ്ഞു കഥം. വിജയും തൃഷയും ഒരുമിച്ചൊരു കാറിലെത്തി ഈ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിലൂടെ ചിത്രം വ്യക്തമാവുകയാണോ? അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വിജയും തൃഷ കൃഷ്ണനും ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. അതും ഒരുമിച്ച് ഒരേ കാറിൽ സഞ്ചരിച്ച് ഒരേ രീതിയിൽ തന്നെ അവർ ആ റിസപ്ഷൻ വേളയിൽ എത്തുന്നതും കാണാം. ഒരു പണിവാളിയെ പോലെ തോന്നുന്നുണ്ടാ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത് സംഗീത സ്വർണ്ണലിംഗം ഉദ്ദേശിച്ച ആ താരം, ആ നടി തൃഷ കൃഷ്ണനാണോ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ സ്പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതാ ഇവിടെ വിജയും തൃഷയും ഒരുമിച്ച് ഒരേ വിവാഹ റിസപ്ഷനിൽ എത്തുമ്പോഴേക്കും ആ ചിത്രങ്ങളും വളരെയധികം വൈറലായി മാറുകയാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ പറഞ്ഞേ, സന്തോഷമായി. അതിനുശേഷം വിജയ് ആ സമ്മേളനത്തിൽ വന്നപ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സംസാരിക്കാനോ അത് ക്ലിയർ ചെയ്യാനോ തയ്യാറായില്ല. നേരെ മറിച്ച് സ്റ്റാലിനും DMKക്കുമെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ മാത്രമാണ് വിജയ് കൊടുത്തത്. എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. ഇവരൊരുമിച്ച് എത്തുന്ന ദൃശ്യങ്ങൾ, ഇവരൊരുമിച്ച് നടന്നു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ ഇതാ മണ്ഡപത്തിൽ ഒരുമിച്ചൊരു സ്റ്റിൽ എടുക്കുന്നത് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുമ്പോഴേക്കും ഉറപ്പിക്കാൻ കഴിയുമോ ആ നായിക തൃഷ കൃഷ്ണനാണോ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്.